അന്ന് ഫംഗ്ഷനിലെ മാഡം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ അവാർഡ് പിൻവലിച്ചേനെ. അത് നമുക്കെല്ലാം കുറച്ചിലല്ലേ. മാഡം ഇപ്പോ ഇവിടെ ഇല്ല സാറേ. ആര് പറഞ്ഞു ഇല്ലാന്ന്? നിക്കുന്നു ഞങ്ങളുടെ മരുമോള്. മോളെ മേഘനെ, മോളിങ്ങോട്ട് വന്നേ. നീയും മിഥുനോടൊപ്പം അവിടെ ഇരിക്കെ. മോളെ മേഘനെ, വന്ന് മിഥുന്റെ അടുത്ത് ഇരിക്കും മോളെ. ഇപ്പോഴാണ് ഫ്രെയിം കംപ്ലീറ്റ് ആയത്. ഓരോ പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയുക. അങ്ങനെ നിങ്ങളുടെ വിജയത്തിന് കാരണമായ മാഡത്തിനെയും കൂടി ഫ്രെയിമിൽ കാണുമ്പോ പെർഫെക്റ്റ് ആയെന്ന് തോന്നുന്നു. മേഘനയ്ക്ക് വേണ്ടാത്ത ഹൈപ്പ് കിട്ടുവാണല്ലോ. എനിക്ക് കിട്ടേണ്ടതൊക്കെ അവള് തട്ടിക്കൊണ്ടു പോകുന്നു. സർ, മംഗലാപുരത്തുനിന്ന് ടർക്കി വരെ എത്തിയ നിങ്ങളുടെ വിജയഘോഷയാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി. വിജയമെന്നത് ഒരിടത്തും തടഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമല്ലെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഓരോ വിജയം കഴിയുമ്പോഴും അടുത്ത വിജയത്തിലേക്കായിരിക്കണോ എന്നെ, എങ്കിലേ അത് നമ്മുടെ കയ്യിലെത്തും. സാറിന്റെ ഫിലോസഫി വളരെ നന്നായിട്ടുണ്ട്. ടർക്കിയിൽ കിട്ടിയ അവാർഡിനെ കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? ഐ ഫീൽ വെരി പ്രൗഡ്. അത്രയും വില മതിക്കുന്ന ഒരു അവാർഡ് ലോകത്തെ സാക്ഷി നിർത്തി വാങ്ങിക്കാന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത അനുഭവം. യു ആർ റൈറ്റ് സർ. നിങ്ങളുടെ വിജയത്തിന്റെ പ്രധാന കാരണം ആരാണെന്നാണ് സാർ കരുതുന്നത്? Undoubtedly that is my mom and dad. എന്റെ മോമിന്റെ പ്രോത്സാഹന എന്നെ മുമ്പോട്ട് നയിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നു. ഞാൻ അല്പം ഒന്ന് തളർന്നാൽ എന്റെ മോമെന്നെ ധൈര്യപ്പെടുത്തും. അതാ എന്റെ ആത്മവിശ്വാസത്തെ കൂട്ടുന്നത്. അതുപോലെ എന്റെ ഡാഡ് ഇല്ലെങ്കിൽ ഞാനും. അദ്ദേഹം സ്ഥാപിച്ച കമ്പനിയാണ് ഞാനിന്ന് നടത്തിക്കൊണ്ടു പോകുന്നത്. സ്വന്തം അച്ഛനും അമ്മയും അല്ലാതെ നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങൾക്ക് പ്രേരണ നൽകുന്ന വ്യക്തി മറ്റാരെങ്കിലും ഉണ്ടോ? ആന്റി, മിഥുൻ എന്റെ പേരാ പറയാൻ പോകുന്നത്. നോക്കിക്കോ, എനിക്കറിയാം. ഓഫീസിൽ എപ്പോഴും എല്ലാ കാര്യത്തിനും ഞാനല്ലേ മിഥുന്റെ കൂടെ ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞോളൂ സർ. സാറിന്റെ വളർച്ചയ്ക്ക് സഹായകരമായി പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ മറ്റേതെങ്കിലും വ്യക്തി ഉണ്ടോ? ഉണ്ട്. ആരാണ് സാർ ആ വ്യക്തി? എന്റെ ഭാര്യ മേഘന.
നീ ഉള്ളിത്തട്ടി പറഞ്ഞതാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് സത്യമാകണമെന്ന എന്റെ പ്രാർത്ഥന. നിങ്ങൾ രണ്ടുപേരുമാടാ ഒന്നിച്ച് ജീവിക്കേണ്ടവര്. അത് നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ. മാഡം, ഇനി മാഡം പറയൂ, ഭർത്താവിന് കിട്ടുന്ന ഓരോ വിജയവും നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭർത്താവിന്റെ വിജയം ഭാര്യയ്ക്ക് അഭിമാനവും സന്തോഷവും നൽകുന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിലെല്ലാം ഉപരി സന്തോഷം നൽകുന്നത് മറ്റൊന്നാണ് സർ. ഭർത്താവിന്റെ ഓരോ വിജയവും ഭാര്യയ്ക്ക് നൽകുന്നത് അത്യധികം സന്തോഷം തന്നെയാണ്. പക്ഷെ ലോകത്തെ വിജയിച്ചെത്തുന്ന ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് നൽകുന്ന സ്ഥാനമാണ് അവളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. മേഘന പറയുന്നതൊക്കെ സത്യം തന്നെയല്ലേ? കരുതലും സ്നേഹവും സുരക്ഷയും നൽകുന്ന ഭർത്താവ്, ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഭർത്താവ്, കുറ്റപ്പെടുത്തലുകളിൽ നിന്നും അവളെ രക്ഷിക്കുന്നവൻ, അവളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിവുള്ളവൻ. അതൊക്കെ മതിയാവും ഭാര്യ എന്ന വ്യക്തിക്ക് തന്നേക്കാൾ കൂടുതൽ തന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ. മിഥുൻ ഇവളെ ശരിക്കും നോക്കുന്നില്ലെന്നും ഇവിടെ ഇട്ട് ടോർച്ചർ ചെയ്യാണെന്നൊക്കെ നാട്ടുകാരോട് ഇവളെ വിളിച്ചു പറയാൻ പോവാണോ? ഇക്കാര്യത്തിൽ ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവതി. എന്റെ മനസ്സ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെയാണ് എനിക്ക് കിട്ടിയത്. എന്നെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന വ്യക്തി. നിന്ദകളിൽ നിന്നും എന്നെ രക്ഷിക്കുന്ന വ്യക്തി. ഇതിൽ കൂടുതൽ എനിക്ക് മറ്റെന്താ വേണ്ടത്? താങ്ക് യു സോ മച്ച് മാഡം. നിങ്ങളെ രണ്ടുപേരെ ഒന്നിച്ച് കാണുമ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന് പറയാൻ തോന്നുന്നു. എന്നും ഇതുപോലെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പം മിസ്റ്റർ മിഥുന് ഇനിയും ഏറെ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഒന്നിച്ചുള്ള നിങ്ങളുടെ ഈ പ്രൊഫഷണൽ ജേണിയും ഇതേപോലെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മിസ്റ്റർ മിഥുൻ. താങ്ക് യു സോ മച്ച്. മിഥുൻ, അയാളോട് നീ പറഞ്ഞതൊക്കെ എത്ര കൃത്യമായ ഉത്തരങ്ങളായിരുന്നു. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച് മോ. മേഘനെ, നീയും ഗംഭീരമാക്കി കളഞ്ഞു കേട്ടോ. നീ ഓരോ വാക്കും പറഞ്ഞു കയറുമ്പോ ഇവിടെ ഓരോരുത്തരുടെ നെഞ്ച് പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. ശരിയാണ് മേഘനെ, ഭർത്താവ് ഭാര്യയെ എങ്ങനെയൊക്കെ നോക്കണമെന്ന് എത്ര കൃത്യമായിട്ടാ മോളെ നീ പറഞ്ഞത്. അതൊക്കെ നാളെ മീഡിയയിൽ കൂടി ലോകം മുഴുവനുള്ളൊരു കേട്ട് പഠിക്കട്ടെ. ആന്റി, ഈ മേഘനയ്ക്ക് മുടിഞ്ഞ ഭാഗ്യാണല്ലോ. എനിക്കിത് കണ്ടോണ്ട് നിൽക്കാനാവില്ല. മിഥുന്റെ ഭാര്യയാണെന്ന് നാളെ അച്ചടിച്ച് പുറത്തു വരും. എനിക്കിതൊന്നും ദഹിക്കുന്നില്ല ആന്റി. മേഘനയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടിയിരുന്നത് ഞാനായിരുന്നു. മേഘനയ്ക്ക് കിട്ടിയ പേരും പ്രശസ്തിയും എനിക്ക് കിട്ടേണ്ടതാ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മഞ്ജരി? കുറച്ചു കാലം അതുവരെ അവളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടു പോട്ടെ. ഇല്ല ആന്റി, അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ആ മേഘനയ്ക്ക് പറ്റിയ പണി കൊടുക്കാൻ എനിക്ക് അറിയാം ആന്റി. ആന്റി കണ്ടോ?
എക്സ്ക്യൂസ് മീ, വൺ സെക്കൻഡ്. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് മാഡം? മിഥുൻ നന്ദൻ ആൻഡ് മിസ്സസ് മേഘന നന്ദൻ അവരുടെ ഇന്റർവ്യൂ എടുത്തില്ലായിരുന്നോ? അതിനെ കുറിച്ച് തന്നെ. അവരുടെ ഇന്റർവ്യൂ ഞങ്ങൾ എടുത്തു കഴിഞ്ഞതാണല്ലോ. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളേ? നിങ്ങൾ അറിയാത്ത പുതിയൊരു ഇൻഫർമേഷൻ കൂടിയുണ്ട്. നിങ്ങൾ പത്രക്കാർക്ക് സർക്കുലേഷൻ കൂട്ടാൻ കൂടിയുള്ള ഒരു വാർത്തയാണത്. അങ്ങനെ വല്ല ഇൻസ്പിറേഷണൽ ന്യൂസ് ആണോ? എന്താണത്? മിഥുൻ നന്ദൻ ആൻഡ് മേഘന നന്ദൻ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്നല്ലേ നിങ്ങൾ കരുതുന്നേ? അതാണ് നാളെ പത്രത്തിലും വരാൻ പോകുന്നേ. പക്ഷേ അതിലും വലിയൊരു ഹോട്ട് ന്യൂസ് ഞാൻ പറയട്ടെ. എന്താ മാഡം? വളരെ പെട്ടെന്ന് ആ മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾസ് വിവാഹമോചനം നേടാൻ പോവാ. വാട്ട്? അവർ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്നോ? അതെ. ഇനി അധിക കാലം ആ ബന്ധം നിലനിൽക്കില്ല. ഇതൊക്കെ സത്യമാണോ മാഡം? 100% സത്യം മാത്രം. വേണമെങ്കിൽ നിങ്ങളൊരു എൻക്വയറി നടത്തി നോക്കിക്കോളൂ. ഡിവോഴ്സ് ഇപ്പൊ കോടതിയിൽ നിലവിലുള്ളതാ. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എന്നേക്കുമായി അവര് തമ്മിൽ പിരിയാൻ പോവാ. ഇതൊക്കെയല്ലേ ഞങ്ങൾക്ക് വേണ്ട ന്യൂസ്. ജനങ്ങളുടെ ആകാംക്ഷ കൂട്ടുന്ന ന്യൂസ്. നല്ലൊരു വാർത്ത കിട്ടിയില്ലേ? ഇനി ഇത് നാളത്തെ പത്രത്തിൽ അച്ചടിച്ച് നിങ്ങൾ അടിച്ചു പൊളിച്ചോ. പിന്നെ ഉറപ്പായും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻഫർമേഷൻ. ഈ ഒരു ന്യൂസ് സ്പ്രെഡായി കിട്ടിയാൽ വീട്ടിലൊരു പുകില് തന്നെ ഉണ്ടാവും. അമ്മേ, കുറച്ചു മുമ്പ് ഇന്റർവ്യൂല് മിഥുൻ മേഘനെ ഭാര്യയായി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്നോ. എനിക്കും അതേടാ ജയദേവ. അവൻ അങ്ങനെ പത്രക്കാരോട് പറയുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. എന്നാലും അവന് തോന്നിയില്ലോ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും മിഥുന്റെ ജീവിതം ഇതേ രീതിയിൽ മാറിക്കിട്ടണേന്നാ. മേഘനയോടൊപ്പമാണമ്മേ അവൻ ജീവിക്കേണ്ടത്. ഉം. പക്ഷേ അതൊക്കെ നടക്കുമെന്നുള്ളത് ഇപ്പൊ ഒരു സ്വപ്നം മാത്ര. എനിക്കും അറിയില്ല. അവനിലുണ്ടാകുന്ന ഈ ചെറിയ മാറ്റമൊക്കെ നാളത്തെ നല്ലതിനു വേണ്ടിയാണല്ലോ. ഈ മാറ്റം മെല്ലെ മെല്ലെ വളർന്ന് ഒരു വലിയ വൃക്ഷമായിട്ട് മാറി മേഘനെ മിഥുനിലേക്ക് അടുപ്പിച്ചാലോ മോനെ? കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ടമ്മേ. അമ്മ പറഞ്ഞതുപോലെ വല്ലതും നടക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഈ ജന്മം നമുക്ക് എന്താ വേണ്ടത്? നമസ്കാരം അങ്കിൾ, സുഖായിരിക്കുന്നോ? അച്ഛമ്മേ സുഖാണോ? സുഖാമോളെ, ഇരുന്നാട്ടെ. ഇതെന്തൊരു മറിമായം. അമ്മയും മോനും കൂടെ ഒറ്റയ്ക്കിരുന്ന് രഹസ്യം പറയാണല്ലോ. രഹസ്യമൊന്നുമല്ല. കുറച്ചു മുമ്പ് ഇവിടെ കുറെ പത്രക്കാർ വന്നിരുന്നു മിഥുന്റെയും മേഘനയുടെ ഇന്റർവ്യൂ എടുക്കുന്നതിന് വേണ്ടി. മിഥുൻ നിന്റെ ചേച്ചിയെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോ എനിക്കും അമ്മയ്ക്കും ഒരുപാട് മോഹങ്ങൾ തോന്നിപ്പോയി. അതൊക്കെ സത്യമാവണമെന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. എന്ത്? മിഥുനേട്ടൻ ചേച്ചിയെ കുറിച്ച് അത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു എന്നോ? അതേ ചാരു, ഞങ്ങൾക്ക് പോലും വിശ്വാസം വന്നില്ല. അതൊക്കെ സത്യാണെങ്കി ഈ ലോകത്ത് മറ്റാരേക്കാളും ഞാനായിരിക്കും കൂടുതൽ സന്തോഷിക്കുക. പക്ഷെ ആ വാക്കുകളൊക്കെ ഇന്റർവ്യൂലേക്ക് മാത്രമാണോ ശരിക്കുള്ള ജീവിതത്തിലും ഉണ്ടോ? അതിനൊരു ഉത്തരം പറയാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുന്നില്ല. അത് തന്നെയാണ് ചേച്ചിയുടെ ജീവിതത്തിന്റെ ശാപവും. അപ്പോ മിഥുനേട്ടന്റെ ചേച്ചിയുടെയും ജീവിതത്തിൽ ചേച്ചിക്ക് യാതൊരു സ്ഥാനമില്ലെന്നല്ലേ? മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് വെറും ഒരു പ്രഹസനത്തിന് വേണ്ടി അഭിനയിക്കുകയായിരുന്നു അല്ലേ? നീ ചോദിച്ചതൊന്നും തെറ്റല്ല മോളെ. പക്ഷേ തൽക്കാലം അതിനുള്ള ഉത്തരം ഞങ്ങളുടെ അടുത്തുമില്ല. അവന്റെ ആ വാക്കുകളൊക്കെ സത്യമാകണേ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ആ പ്രാർത്ഥന മാത്രമേ മനസ്സിലുള്ളൂ. ചാരു, നീ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ഗ്രാമത്തിൽ നിന്ന് ശേഖര മുത്തശ്ശൻ പലഹാരങ്ങൾ അയച്ചിട്ടുണ്ട്. ഓ, നല്ല നേരത്തെ അച്ഛനും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അച്ഛന് പലഹാരങ്ങളൊക്കെ വലിയ ഇഷ്ടാ. വാ വാ. ഉം. എന്താ ചരു, എന്താ നീ നോക്കുന്നേ? ഞാൻ കുറച്ചുനേരം അങ്കിളിനോട് സംസാരിച്ചിരുന്നു. മീഡിയക്കാരോട് മിഥുനേട്ടൻ ചേച്ചിയെക്കുറിച്ച് ഒത്തിരി പൊക്കി പറഞ്ഞു അത്ര. ചേച്ചി, ആ പറച്ചിലൊക്കെ പത്രത്തിന് മാത്രം പരിമിതമാണല്ലേ? മീഡിയക്കാരുടെ മുമ്പിൽ കാണിച്ച വെറും ഒരു പ്രഹസനം. ആരെക്കാളും എനിക്കത് മനസ്സിലാവും. മോളെ ചാരു, എന്ത് സംഭവിച്ചാലും അതിന്റെ എല്ലാം പിറകിലൊരു കാരണം ഉണ്ടാവും.
നടക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് ധരിക്കാം. നമ്മൾ വിചാരിച്ചാൽ ഒന്നും മാറാൻ പോകുന്നില്ല. എല്ലാം ദൈവം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളതാ. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഭയന്നുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുടക്കാനാവില്ലല്ലോ. മുള്ളിൽ ചവിട്ടി നടന്നുകൊണ്ട് അത് പൂവാണെന്ന് ചിന്തിച്ചാൽ അത് അങ്ങനെ ആയി തീരൂ ചേച്ചി. ചോര വാർന്നൊഴുകുന്ന കാലും കണ്ണുനീർ ചാലുകളായി മാറിയ കണ്ണുകളുമായി മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് നടക്കാൻ പറ്റുമോ ചേച്ചി? ഈ മനസ്സറിഞ്ഞുകൊണ്ടാ ഇവിടെ എല്ലാവരും ചേച്ചിയിട്ട് വട്ട് തട്ടുന്നത്. ചാരു, നടന്നതെല്ലാം നടന്നു കഴിഞ്ഞ കാര്യങ്ങളാ. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിന്ന വേദന മാത്രമേ ഉണ്ടാവൂ. ഇനി അതിനെക്കുറിച്ച് ചർച്ച വേണ്ട. ചിരമിക്കുന്ന ഇതിനൊക്കെ സുഖാണോ? എല്ലാവരും പരമസുഖം ചേച്ചി. ചേച്ചി, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാ കോള്. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാട്ടോ. ഹലോ, അതെ സർ, ഞാൻ ചാരുമതി തന്നെയാ. ഇന്ന് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ വരാം. വന്നിട്ട് സംസാരിക്കാം. ഓക്കെ സർ. വിവേക്, എന്ത് തോന്നിയ സാ ഇത്? ചാരു പ്ലീസ്, ഇപ്പോഴെങ്കിലും എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്നൂടെ? വിവേക്, ഇത് മോശമാണ് കേട്ടോ. ആരെങ്കിലും കണ്ട എന്ത് നാണക്കേടാ. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. ചാരു പ്ലീസ്, ഒരു 2 മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്ക്. ശരി, എന്താ നിനക്ക് പറയാനുള്ളത്? എന്താ നീ എന്നെ കെട്ടാൻ തയ്യാറാവത്തെ? കെട്ടുന്ന കാര്യം പോട്ടെ, നീ എന്തിനാ എന്റെ സ്നേഹം നിരസിക്കുന്നേ? അതെ, നിന്റെ പ്രേമം ഞാൻ സ്വീകരിച്ച ബാക്കിയെല്ലാം ശരിയാവോ? വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ച് നിന്നെ ഞാൻ കെട്ടും. കെട്ടിട്ട് എന്റെ ചേച്ചി ആ സ്റ്റോർ റൂമിൽ ഇട്ടേക്കുന്ന പോലെ എനിക്ക് വേണ്ടി വേറെ വല്ല മുറിയും പണിയുന്നുണ്ടോ? വല്ല പട്ടിക്കൂടും ആയിരിക്കും അല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ ചാരു. പിന്നെ എങ്ങനെയാണാവോ പറയേണ്ടത്? ഈ വീട്ടിൽ എന്റെ ചേച്ചി അനുഭവിക്കുന്ന ഞാൻ കാണുന്നതല്ലേ. ഒരു ബാല്യക്കാരിയുടെ വില പോലെ എന്റെ ചേച്ചിക്ക് കൊടുക്കുന്നില്ലെന്ന് എനിക്കറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിന്റെ താലി സ്വീകരിക്കാൻ ഞാൻ കഴുത്ത് നീട്ടി തരണോ? എന്ത് ധൈര്യത്തിൽ ഞാൻ ഈ വീട്ടിലെ മരുമകളായി കയറി വരണം? ചാരു, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ, എന്റെ ഏട്ടത്തിന്റെ അവസ്ഥ ആയിരിക്കില്ല നിന്റെ അവസ്ഥയെന്ന്. ശരി വിവേക്, അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കാം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റുമോ? എന്റെ ചേച്ചിയെ സ്റ്റോർ റൂമിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇത് തെറ്റാണെന്ന് ചോദിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും നാവ് പൊന്തി അവിടെ? ചേച്ചിയോട് കാണിക്കുന്ന അനീതിയാണെന്ന് പോലും നിങ്ങൾക്കാർക്കും തോന്നിയില്ലല്ലോ. പിന്നെങ്ങനെയാ? അമ്മ പറഞ്ഞതാണ് വേദവാക്ക്, വല്യമ്മ പറഞ്ഞതാണ് അവസാന വാക്കെന്ന് പറഞ്ഞു വിട്ടുകളയും. നാളെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവില്ലെന്ന് ആരറിഞ്ഞു വിവേക്? പിന്നെ വാ തുറക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. അതെല്ലാം പ്രത്യക്ഷത്തിൽ എന്റെ ചേച്ചി ഇവിടെ അനുഭവിക്കുന്നുണ്ടല്ലോ. ചാരു, നിനക്ക് വേണ്ടി ആരോട് എതിർക്കാനും ആരെയും മാറ്റി നിർത്താനും സന്നദ്ധനായി കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നീ മനസ്സിലാക്ക്. ഇതൊക്കെ പറയാനും കേൾക്കാനും സുഖമുള്ള കാര്യമായിരിക്കും വിവേക്, പക്ഷെ ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടല്ല എന്റെ ചേച്ചി ഇവിടെ കിടന്ന് നരകിക്കുന്നത്. എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഏട്ടത്തിയായിട്ട് കമ്പയർ ചെയ്തല്ലേ എങ്ങനെയാ ചാരു? ഈ വീട്ടിൽ ആർക്ക് എന്ത് സ്ഥാനമുണ്ടെന്നും ആരെ തലേ കയറ്റി വെക്കുമെന്നും ആരെയൊക്കെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തുമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ മാത്രമല്ലേ ഞാനേ വീട്ടിലെ മരുമകളായി വരാൻ പറ്റുമോ എന്ന് തീരുമാനിക്കാനാവൂ. പ്ലീസ്, നീ വേണ്ടാത്ത ധാരണകളുമായി നല്ലൊരു ജീവിതമാണ് നീ വെറുതെ തള്ളിക്കളയുന്നത്. എന്തൊക്കെയോ കാരണങ്ങളും പറഞ്ഞുകൊണ്ട് നിന്റെ മനസ്സിലെ പ്രണയത്തെ നീ വെറുതെ കൊന്നുകളയരുത്. എന്തു പറ്റി മോം? ഒന്നുമില്ലടാ. ഈ റൂമില് നീ അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? വേറെ ആരുണ്ടാവാനാ മോം? എന്റെ റൂമിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് എന്തൊരു കഷ്ടാ നോക്കണേ. പിന്നെ വേറെ ആരുടെയോ ശബ്ദം കേട്ടല്ലോ. വേറെ ആരെ ശബ്ദം കേൾക്കാൻ? ഞാൻ കേട്ടു. വേറെ ആരോ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഓ,
ഓഹോ അത് ശരി. ഞാൻ ഫോണിൽ സംസാരിക്കായിരുന്നു മോം. ഫോൺ സ്പീക്കറിലായിരുന്നു, അതുകൊണ്ടാണ്. മേ ബി ആ വോയിസ് ആയിരിക്കും കേട്ടത്. വിവേക്, വിവേക് നീ എന്തിയാ ചെയ്യുന്നേ? അത് കൈതട്ടി താഴെ വീണതാ മോം. ഒരിടത്ത് നീ ഒന്ന് അടങ്ങി നിക്കല്ലേ? നിക്ക്, സുദീപൻ അയക്കാം, അവൻ ക്ലീൻ ചെയ്തോളൂ. വിവേക്, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. ഇങ്ങനെ നിന്റെ അമ്മ കണ്ട പിന്നെ അത് മതി എല്ലാം നാറ്റക്കേസാവാൻ. എന്റെ പേരിൽ പിന്നെ നിന്റെ വീട്ടുകാർക്ക് വളരെ മോശം അഭിപ്രായമായിരിക്കും. എന്തായാലും അങ്ങനെ ഒരു പേര് ഞാൻ എടുക്കാൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. ഞാൻ പോവാ. പ്ലീസ് ചാരു, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ഇനി നിന്നെ മനസ്സിലാക്കാനോ മനസ്സ് പങ്കുവെക്കാനോ ഉള്ള ധൈര്യവും ശക്തിയും എനിക്കില്ല. ദയവ് ഇതിപ്പോ നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. നീയും ഞാനും തമ്മിൽ ഒരു കാലത്ത് സെറ്റ് ആവില്ല, അത്ര തന്നെ. ചാരു, 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 നീ ഇത്രയും നേരം എവിടെ പോയതായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചേച്ചി. ശരി, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. മഞ്ജരി ബേബി, ഞാൻ മോം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആതിരെ, എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രേമതേ. സുഖാണോ? ആതിരയോ? എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. എന്തു പറ്റി നിനക്ക്? ആളെ കാണാനേ കിട്ടുന്നില്ല. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുപോയതാ. ഒത്തിരി ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതിരുന്നു. ഒന്നുമില്ലെങ്കിലും നിന്റെ മോളുടെ സുഖവിവരങ്ങൾ അറിയാനെങ്കിലും ഒന്ന് വന്നൂടെ? അതിപ്പോ അറിയാൻ എന്തിരിക്കുന്നു. മഞ്ജരി താമസിക്കുന്നത് നന്ദൻ ഫാമിലിയിലല്ലേ, അരുണിമയുടെ നിരീക്ഷണത്തിൽ. അപ്പൊ പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. ചേച്ചി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, സമയം ഒത്തിരി വൈകി. ഇത്ര തിരക്ക് പിടിച്ച് അങ്ങോട്ട് പോണം ചാരു. നേരെ ഒരുപാടായില്ലേ. നാളെ രാവിലെ പോവാൻ നിനക്ക്. ചെറിയമ്മയോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ശരി ചേച്ചി. ചാരു, സുഖാണോ? എനിക്ക് സുഖമാണ് മിഥുനേട്ടാ. എന്തു പറ്റി? വല്ലാതെ ഡള്ളായിരിക്കുകയാണല്ലോ. സന്തോഷത്തോടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും മാത്രം നല്ലൊരു ബന്ധമൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ലല്ലോ. മനസ്സിൽ എന്തൊക്കെയോ വെച്ചിട്ടാ പറയുന്നതെന്ന് മനസ്സിലായി. അതെന്താണെന്ന് മിഥുനേട്ടന് നന്നായിട്ട് അറിയാലോ. എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് എന്താണെന്ന് ഇനി ഞാനായിട്ട് പറയണോ? എന്നാലും ഇങ്ങനൊരു ചോദ്യം ഒഴിവാക്കായിരുന്നു. നിന്റെ മനസ്സിൽ എന്താണെന്നും എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേങ്കിൽ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോഴുള്ള സാഹചര്യത്തെക്കുറിച്ച് നീ മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ആരാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഹായ് ആദരൻഡി, എന്തൊക്കെയുണ്ട്? ഇതുവരെ കുഴപ്പമൊന്നുമില്ല മോനെ. പക്ഷേ എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാനുള്ള പാഷാണം ഇപ്പോഴും ഈ വീട്ടിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ അത്രയ്ക്കങ്ങോട്ട് സന്തോഷിക്കാനും വയ്യ.
അതൊരു ചതഞ്ഞറിഞ്ഞ പാഷാണ കൃമിയ. ഇനി അധിക കാലം അതിന് ജീവനുണ്ടാവില്ല. ആ കൃമിയെ ആസിഡ് ഒഴിച്ച് കൊല്ലാനുള്ള സമയമായി. അതിന് നീ വലിയ വിലയൊന്നും കൽപ്പിക്കണ്ട. ഞാനിവിടെ ഉള്ളപ്പോ നീ എന്തിനു വിഷമിക്കുന്നു? കുറച്ച് ദിവസങ്ങൾ മാത്രം. നിന്റെ മകളുടെ ജീവിതത്തിന് ഒരു ഉത്തരം ഉടനെ തന്നെ കിട്ടും. മോം, ഞങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ ശീലായി കഴിഞ്ഞതാ. മോമിനോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വാ.